إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يوفون بالنذر ويخافون يوما كان شره مستطيرا. നാം നിർവഹിക്കേണ്ട ഇബാദത്തുകൾ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അവ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡങ്ങൾ അത് കൃത്യമായി പാലിച്ച് നിർവഹിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് അതിനുള്ളത്. ഇസ്ലാമിലെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒന്നാണ് അൻ-നദർ, നേർച്ച എന്നത്. സത്യത്തിൽ നേർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നാട്ടിൽ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന നേർച്ചയാണ്. ആനയും വെടിക്കെട്ടുകളും എല്ലാ വേണ്ടാത്തരങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങൾക്കാണ്, പൂരങ്ങൾക്കാണ് നമ്മുടെ നാട്ടിൽ നേർച്ച എന്ന് പേരിട്ടിട്ടുള്ളത്. നേർച്ച ചർച്ചയായ ഒരു സമയത്താണ് നമ്മളുള്ളത്. പുതിയങ്ങാടി നേർച്ചക്ക് കൊണ്ടുവന്ന ആന ഇടഞ്ഞ് ദുരിതം വിധിച്ച ഒരു സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നേർച്ച ഇസ്ലാമിലുണ്ടോ? അമ്പലങ്ങളിലെ ഉത്സവം പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജാറങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പൂരങ്ങളെയാണ് നേർച്ച എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട നദർ, മലയാളത്തിൽ നമ്മൾ നേർച്ച എന്ന് പറയുന്ന ആ നദറിന് അർത്ഥം വാഗ്ദാനം, ഭയം, നിർബന്ധം എന്നൊക്കെ അതിനർത്ഥം പറയപ്പെടാറുണ്ട്. അഥവാ ഐച്ഛികമായ ഒരു കർമ്മം നിർബന്ധമായും താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മുസ്ലിം അള്ളാഹുവിന്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ്, അള്ളാഹുവിന് വേണ്ടി പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നദർ. ഉദാഹരണമായി തിങ്കളാഴ്ച ദിവസത്തിലെ നോമ്പ് സുന്നത്താണ്. അടുത്ത തിങ്കളാഴ്ചയിലെ നോമ്പ് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സുന്നത്താണെങ്കിലും അവന്റെ മേൽ അത് ഫർളായി മാറി. അതല്ലെങ്കിൽ ഒരു ആടിനറുത്ത് മാംസം വിതരണം ചെയ്യൽ നമുക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. എന്നാൽ അത് നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് നിർബന്ധമായി. ഇതിനാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുന്നത്, നദർ എന്ന് പറയുന്നത്.
സത്യവിശ്വാസികളുടെ ഒരു പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വിഷയമാണിത്. യൂഫൂന ബിന്നദ്, അവർ നേർച്ചകൾ പൂർത്തീകരിക്കുന്നവരാണ് എന്ന് സൂറത്തു ഇൻസാനിൽ വിശ്വാസികളുടെ ഗുണമായി അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്നു. അവിടെ ആ നേർച്ചയിൽ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ഇസ്ലാം സുന്നത്താക്കിയ കാര്യമായിരിക്കണം. ഫർളായ കാര്യം ഒരിക്കലും നേർച്ചയാക്കാൻ പറ്റില്ല. നേർച്ച നേരുന്നത് അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അത് നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടൽ നിർബന്ധവുമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം പ്രപഞ്ചനാഥനായ റബ്ബിനായിരിക്കണമെന്നാണ് നീ പ്രഖ്യാപിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അള്ളാഹുവിന് ബലിയർപ്പിച്ചാൽ, ബലിയർപ്പിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ ബലിയർപ്പിക്കാവൂ. ആ ബലി അള്ളാഹുവിന്റെ പേരിലായിരിക്കണം. സുന്നത്തായ ഏത് കർമ്മവും നമുക്ക് നേർച്ചയാക്കാം. നമ്മുടെ നാട്ടിൽ കെട്ടിപ്പൊക്കിയ ഖബറുകളിൽ കിടക്കുന്ന ആളുകളുടെ പേരിൽ ബലിയറുക്കുന്നതിന് വേണ്ടി നേർച്ചയാക്കുന്ന സമ്പ്രദായം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത് തനിച്ച ശിർക്കാണ്. അത് എത്രത്തോളം നമുക്ക് കാണാം. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖലൻ നാറ റജുലുൻ ഫീ ദുബാബ്. ഒരു ഈച്ചയുടെ വിഷയത്തിൽ സ്വർഗത്തിലേക്ക് പോയ ഒരാൾ, ഒരു ഈച്ചയുടെ വിഷയത്തിൽ നരകത്തിലേക്ക് പോയ ഒരാൾ. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ ദാലിക യാ റസൂലല്ലാഹ്, പ്രവാചകരെ അതെങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, മർറ റജുലാനി അലാ ഖൗമിൻ ലഹും സ്വനമുൻ ലാ യജൂസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ഷൈഅൻ. അവർ പോകുന്ന, ഈ രണ്ടുപേരും പോകുന്ന വഴിയിൽ ഒരു വിഭാഗം ജനങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠയുണ്ട്. അവിടുത്തെ നിയമമനുസരിച്ച് ആ പ്രതിഷ്ഠക്ക് വല്ലതും ബലി നൽകാതെ അതിലൂടെ കടന്നു പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരിൽ ഒരാളോട് അവർ പറഞ്ഞു, ഖരീബ്, വല്ലതും ബലി നൽകണം. അവർ പറഞ്ഞു, ലൈസ ഇൻദി ഷൈഉൻ ഉഖർരിബുഹു. അവരിൽ ഒരാൾ പറഞ്ഞു, ബലി നൽകാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അവർ പറഞ്ഞു, ഖരീബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും ബലി നൽകണം. അങ്ങനെ പറഞ്ഞപ്പോ ഫഖറബ ദുബാബൻ, അവരിൽ ഒരാൾ ഒരു ഈച്ചയെ ബലി നൽകി. അപ്പോ ഫഖല്ലു സബീലഹു, അയാളുടെ വഴിക്ക് വിട്ടു. പക്ഷേ ഫദഖലൻ നാർ, അയാൾ നരകത്തിലേക്കാണ് പോയത്. കാരണം ഒരു ഈച്ചയാണെങ്കിലും ശരി, ബലി എന്നത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ നൽകാൻ പാടുള്ളൂ. എന്നാൽ മറ്റേ വ്യക്തി അയാളോട് പറഞ്ഞു, ഖരീബ്, ബലി നൽകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ കുന്തു ലി ഉഖർരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിന്റെ പേരിലല്ലാതെ ഒരാളുടെ പേരിലും ഞാൻ ബലി നൽകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോ ഫളറബു ഉനുഖഹു, അയാളുടെ കഴുത്തുപെട്ടി. ഫദഖലൽ ജന്ന, പക്ഷേ അയാൾ പോയത് സ്വർഗത്തിലേക്കാണ്. ഒരിക്കലും നിസ്സാരമായി കാണേണ്ടുന്ന ഒരു വിഷയമല്ല ഇതെന്നർത്ഥം. അള്ളാഹു നൽകിയ ജീവന് അള്ളാഹുവിന്റെ പേരിലല്ലാതെ ബലി നൽകാൻ പാടില്ല. സ്വർഗ നരകങ്ങൾ അവരുടെ വിഷയത്തിൽ ഒരു ഈച്ചയുടെ വിഷയത്തിലാണ് തീരുമാനിക്കപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ നേർച്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയറുത്തിട്ടാകട്ടെ അല്ലാത്ത രൂപത്തിലാകട്ടെ അത് പാടില്ല എന്നതാണ്. അതുപോലെ തന്നെ നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഇന്ന അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാൻ നേർച്ചയാക്കും, അതല്ലെങ്കിൽ എന്റെ ഇന്ന ബിസിനസ്സിൽ എനിക്ക് മെച്ചമുണ്ടായാൽ ഞാൻ ഇന്നത് നേർച്ചയാക്കും, അതല്ലെങ്കിൽ എന്താണോ ഭൗതികമായി എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൃഷി അതിൽ ഇത്ര മെച്ചമുണ്ടായാൽ ഞാൻ ഇന്നത് നേർച്ചയാക്കും. ഇങ്ങനെ നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച അത് നിരോധിക്കപ്പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഇബാദത്ത് എന്നത് ദുനിയാവിലെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല, പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൻ നദർ, ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ചയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. കാരണം ഇന്നഹു ലാ യറുദ്ദു ഷൈഅൻ, അതൊന്നും തന്നെ മടക്കുകയില്ല. വ ഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ,
പിശുക്കന്റെ കയ്യിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴി മാത്രമാണ് നദർ എന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ലാ തൻദിറു ഫഇന്ന നദറ ലാ യുഗ്നി മിനൽ ഖദരി ശൈഅൻ. ഒരിക്കലും തന്നെ നദർ എന്നത് ഖദറിനെ അധീനപ്പെടുത്തിയിട്ടില്ല, വിധിയെ അധീനപ്പെടുത്തിയിട്ടില്ല. വിധി ഒരിക്കലും അത് മാറ്റിമറിക്കുകയില്ല. വ ഇന്നമാ യുസ്തഖ്റജു മിനൽ ബഖീൽ. പിന്നെന്തിനാണ് നേർച്ച? അത് പിശുക്കന്റെ കയ്യിൽ നിന്ന് പുറത്തെടുക്കാനുള്ള വഴിയാണ് എന്നർത്ഥം. എന്തുകൊണ്ടാണ് നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ച പാടില്ല എന്ന് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ നേർച്ച നേരുന്നത് തന്നെ, ഇനി അള്ളാഹുവിന്റെ പേരിൽ നേർച്ചയാക്കുന്നവരുടെ വിഷയം തന്നെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതെല്ലാം മിക്കതും ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ്. ഉപാധി വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇബ്നു കസീർ റഹ്മഹുല്ലാ വിശദീകരിക്കുന്നു, ലിഅന്നഹു ലൈസ ത്വഅ. കാരണം അത് ത്വഅത്തല്ല. ലം യഖ്സുദ് ബിഹി. അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല റബ്ബുമായുള്ള നിഷ്കളങ്കമായ ഖുർബത്ത് അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വ ഇന്നമാ ഖസദ അൻ യൻഫഅ ബിഹി നഫ്സഹു ഔ യദ്ഫഅ അൻഹാ ളിറാറൻ. അവന്റെ നഫ്സിന് വല്ല ഉപകാരവും ലഭിക്കുക എന്നതാണ് അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ അവനുള്ള ഒരു ഉപദ്രവത്തെ നീങ്ങിക്കിട്ടുക എന്നത് മാത്രമാണ് അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഅലയ്യ സ്വദഖത്തുൻ കദാ. എനിക്ക് എന്റെ രോഗം മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നത് സ്വദഖയാക്കുമെന്ന രീതിയിലുള്ള ആ സ്വദഖ അതൊരിക്കലും തന്നെ അനുവദനീയമല്ല എന്നർത്ഥം. അതുപോലെ തന്നെ തെറ്റായ കാര്യങ്ങളെ നേർച്ചയാക്കാൻ പാടില്ല. ഐഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ നദറ അൻ യുതി അല്ലാഹ്. ആരാണോ അല്ലാഹുവിനെ അനുസരിക്കാൻ നേർച്ചയാക്കിയതെങ്കിൽ ഫൽയുതിഉഹു, അവൻ അനുസരിക്കട്ടെ. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ആരെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും അത് ചെയ്യരുത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതുപോലെ തന്നെ അനാവശ്യമായി ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള നേർച്ചകൾ ചിലർ നേർച്ചയാക്കിയത് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇദാ ഹുവ ബിറജുലിൻ ഖായിമിൻ, ഒരാൾ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫസഅല അൻഹു, അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി, നദറ അൻ യഖൂമ വലാ യഖഉദ് വലാ യസ്തളിൽ വലാ യതകല്ലം വയസൂം. അയാൾ നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്, ഇരിക്കാതെ നിൽക്കാൻ വേണ്ടി നേർച്ചയാക്കിയതാണ്, വെയിലത്ത് നിൽക്കാൻ നേർച്ചയാക്കിയതാണ്, സംസാരിക്കാതിരിക്കാൻ നേർച്ചയാക്കിയതാണ്, എന്നിട്ട് നോമ്പ് അനുഷ്ഠിക്കാൻ നേർച്ചയാക്കിയതാണ്. നോമ്പ് അനുഷ്ഠിക്ക എങ്ങനെ? വെയില് കൊണ്ട് സംസാരിക്കാതെ, ഒരാളോടും സംസാരിക്കാതെ, ഇരിക്കാതെ നിൽക്കാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മുറുഹു, അദ്ദേഹത്തോട് കൽപ്പിക്കണം, ഫല്യതകല്ലം, സംസാരിക്കാൻ വേണ്ടി പറയൂ, വൽയസ്തളി, തണലിലേക്ക് മാറിയിരിക്കാൻ പറയൂ, വൽയഖഉദ്, ഇരിക്കാൻ വേണ്ടി പറയൂ, വൽയുതിമ്മ സൗമഹു, എന്നിട്ട് ആ നോമ്പ് പൂർത്തിയാക്കാൻ വേണ്ടി പറയൂ എന്ന്. ഒരിക്കലും സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത് ഒരിക്കലും ദീൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ നടന്നുപോയി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയ സംഭവം ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് ഇബ്നു അബ്ബാസ്, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ ബലഗഹു അന്ന ഉഖ്ത ഉഖ്ബത്ത് ഇബ്നു ആമിർ നദറത് അൻ തഹജ്ജ മാഷിയ. ഉഖ്ബത്ത് ഇബ്നു ആമിറിന്റെ സഹോദരി നടന്നുപോയി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കി. ഖാല ഇന്നല്ലാഹ ലഗനിയ്യുൻ അൻ നദിരിഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരുടെ നേർച്ചയെ തൊട്ട് അല്ലാഹ് ധന്യനാണ്. മുർഹ ഫൽ തർക്കബ്, അവരോട് പറയണം വാഹനം കയറിപ്പോയി ഹജ്ജ് പൂർത്തിയാക്കാൻ വേണ്ടി പറയണം എന്ന്. അപ്പൊ ഈ നിലക്ക് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത്, ഒരു നേർച്ച, അതൊരിക്കലും ദീൻ അനുവദിച്ചിട്ടില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരം പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കി കഴിഞ്ഞാൽ നിർബന്ധമായും അത് വീട്ടിയിരിക്കണമെന്നാണ്. അവിടെ പിന്നെ യാതൊരു ഉദുറുമില്ല. സാബിത് ബിൻ ലഹഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാണ്, നദറ റജുലുൻ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യൻഹറ ഇബിലൻ ബിബുവാന.
നദറ റജുലുൻ, ഒരാൾ നേർച്ചയാക്കി. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നേർച്ചയാക്കിയ ഒരു ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി, ബുവാനയിൽ വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയിരിക്കുകയാണ്. ഫഅതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി നദർതു അൻ അൻഹറബ് ഇബിലൻ ബിബുവാന, ബുവാനയിൽ വെച്ച് ഒരു ഒട്ടകത്തെ ബലിയറുക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് പ്രവാചകരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താ ചോദ്യം? ഒന്നാമത്തെ ചോദ്യം, ഹൽ കാന ഫീഹാ വത്നുൻ മിൻ ഔസാനിൽ ജാഹിലിയ്യ യുഅബദ്, നിങ്ങൾ നേർച്ചയാക്കിയ ബുവാന എന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ വല്ല വിഗ്രഹം, ആ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന വല്ല വിഗ്രഹവും അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അടുത്ത ചോദ്യം, ഹൽ കാന ഫീഹാ ഈദുൻ മിൻ അഅയാദിഹിം, അവരുടെ വല്ല ആഘോഷങ്ങളും വല്ല ഉത്സവങ്ങളും വല്ല പൂരങ്ങളും ജാഹിലിയ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന സ്ഥലമായിരുന്നോ അത്? അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഔഫി ബിനദിരി, നിന്റെ നദർ, നിന്റെ നേർച്ച നീ പൂർത്തീകരിക്കണം. ഫഇന്നഹു ലാ വഫാഅ ലിനദിരി ഫി മഅസിയത്തില്ലാ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ നേർച്ചയില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് വീട്ടണം. അതുപോലെ തന്നെ മറ്റുള്ള ഇതര മതസ്ഥരുടെ ആരാധനാ സ്ഥലങ്ങളിൽ നേർച്ചയാക്കാൻ പാടില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടുള്ള നേർച്ച അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്ന സ്ഥലത്ത് നേർച്ച പാടില്ല എന്നതൊക്കെ അദ്ദേഹത്തോടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്നു കുറെ നേർച്ച മൃഗങ്ങൾ, നേർച്ച കൊറ്റന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ നേർച്ച മൃഗങ്ങൾ പണ്ട് കാലങ്ങളിലും ഉണ്ടായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന നേർച്ച മൃഗങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ വലാകിന്നല്ലദീന കഫറു യഫ്തറൂന അലല്ലാഹിൽ കദിബ് വഅക്തറുഹും ലാ യഅഖിലൂൻ. അല്ലാഹു സുബ്ഹാനഹു തആല ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാം ഇതൊന്നും അല്ലാഹ് നിശ്ചയിച്ചതല്ല. എന്താണ് ബഹീറത്ത്? ബഹീറത്ത് എന്ന് പറഞ്ഞാൽ 5 തവണ പ്രസവിച്ച ഒട്ടകത്തെ കാത് കീറി അടയാളം വെച്ച് അന്ന് അവർ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, അവരുടെ ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞിടുന്ന സമ്പ്രദായമായിരുന്നു. സായിബത്തി എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് ഒഴിഞ്ഞിട്ട് യഥേഷ്ടം മേഞ്ഞു നടക്കാൻ വേണ്ടി വിടുന്ന തരത്തിലുള്ള മൃഗങ്ങളായിരുന്നു. വസീലത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രസവത്തിൽ തന്നെ ആണും പെണ്ണും ഉണ്ടായാൽ അവയെ ദൈവത്തിന് ഒഴിഞ്ഞിടുന്ന സമ്പ്രദായമായിരുന്നു. ഹാം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രായമുള്ള ഒട്ടകക്കൂറ്റനെ ദൈവങ്ങൾക്ക് ഒഴിഞ്ഞിടുന്ന സമ്പ്രദായം. ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നിശ്ചയിച്ചതല്ല. ഇത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ മാത്രമല്ല, കൃഷിയുടെ കൂട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. കൃഷികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അവർ മാറ്റിവെച്ചിരുന്നു. ഇത് ഒഴിവാക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി മാതൃക കാണിച്ചു തന്ന വിഷയത്തിലേക്ക് നിങ്ങൾ വരണം എന്ന് അവരോട് പറഞ്ഞാൽ ഈ ആയത്തിന് ശേഷം അല്ലാഹു വിശദീകരിക്കുക, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലാ റസൂൽ, അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഖാലു, അവരുടെ മറുപടി, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ കാക്കക്കാരണന്മാർ ഏതൊരു മാർഗത്തിലാണോ കണ്ടതെങ്കിൽ അത് മതി ഞങ്ങൾക്ക്. അവലൗ കാന അബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കൾ ഒന്നും അറിയാത്തവരാണെങ്കിലും ഒരു മാർഗദർശനവും അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ആ മാർഗം മതി അവർക്ക്. നമ്മുടെ നാട്ടിലെ സമ്പ്രദായം അങ്ങനെ തന്നെ. ഇത് പ്രവാചകൻ പഠിപ്പിച്ചതല്ല, ഇത് ദീനിനെതിരാണ്, ഖുർആനിനെതിരാണ്, സുന്നത്തിനെതിരാണെന്ന് പറഞ്ഞാൽ ഇത് പഴയ കാലം മുതൽ തന്നെ ഞങ്ങൾ പിതാക്കളായി കാരണന്മാർ മുതൽ കണ്ടിട്ട് വന്നിട്ടുള്ള ഒരു ആചാരമാണ്. ഇത് ഞങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറല്ല. അങ്ങനാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ, ഞങ്ങളുടെ വല്യാപ്പന്മാരൊക്കെ നരകത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ മറുപടിയായി പഠിപ്പിച്ചു. ഇതേ ചോദ്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതേ ചോദ്യം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചിട്ടുണ്ട്. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊല,
പ്രവാചകന്മാർക്കൊക്കെ കേട്ട മറുപടിയാണത്. ഖുർആനിലേക്ക് ക്ഷണിക്കുമ്പോ, അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ചതിലേക്ക് ക്ഷണിക്കുമ്പോ അവര് പറഞ്ഞ ഈ ഒരു മറുപടി. അപ്പൊ ഇങ്ങനെ അന്ന് ആ രൂപത്തിലായിരുന്നെങ്കിൽ ഇന്ന് അതിനെ പുതിയ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഇവ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ബലിമൃഗങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല, കൃഷിയുടെ വിഷയത്തിലും അക്കാലഘട്ടത്തിലുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആം, അവരുടെ ഹർസിൽ നിന്ന്, അവരുടെ കന്നുകാലികളിൽ നിന്നൊക്കെ നസീബൻ, ഒരു വിഹിതം അവരെന്ത് ചെയ്യും? ഫഖാലു ഹാദാ ലില്ലാ, അവർ പറയും ഇത് അല്ലാഹ്ക്കുള്ളതാണ്, ഇത് അല്ലാഹ്ക്കുള്ളതാണ് പറഞ്ഞിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ മാറ്റിവെക്കും. എന്നിട്ടോ ഒരു വിഭാഗം ഹാദാ ലില്ലാഹി ബിസഅമിഹിം വഹാദാ ലിശുറകാഇന, ഇത് ഞങ്ങളുടെ ശുറക്കാക്കൾക്കുള്ളതാണ്, ഇത് ഞങ്ങളുടെ ദൈവങ്ങൾക്കുള്ളതാണ്, ഇത് അല്ലാഹ്ക്കുള്ള വിഹിതമാണ്. എന്നിട്ടോ ഫമകാന ലിശുറകാഇഹിം ഫലാ യസിലു ഇലല്ലാഹ്, അവരുടെ ശുറക്കാക്കൾക്ക് അവർ മാറ്റിവെച്ചത് ഫലാ യസിലു ഇലല്ലാഹ്, അത് അല്ലാഹുവിലേക്ക് ചേരൂല. വമകാന ലില്ലാഹി ഫഹുവ യസിലു ഇലാ ശുറകാഇഹിം, എന്നാലോ അല്ലാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് ശുറക്കാക്കളിലേക്ക് ചേരും. ശുറക്കാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ഒരിക്കലും അല്ലാഹുവിലേക്ക് ചേരൂല. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ. പള്ളിയോടനുബന്ധിച്ചാണ് ഇത്തരം ദുരാചാരങ്ങളൊക്കെ നടക്കുക. പള്ളി അള്ളാന്റെതാണ്. ആ അള്ളാന്റെ പള്ളിയിലെ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ്ക്കുള്ള വിഹിതം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെച്ചത് മറ്റുള്ളവരിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ അവർക്ക് വേണ്ടി മാറ്റിവെച്ചതോ ഒരിക്കലും ഇതിലേക്ക് ചേരുകയില്ല എന്നതാണ്. അപ്പൊ ഈ നിലക്ക് നമ്മുടെ നാട്ടിൽ അതിലാ ജാഹിലിയ കാലഘട്ടത്തിൽ നടന്ന അവർ ബലിമൃഗങ്ങളെയും അവരുടെ കന്നുകാലികളെ അവരുടെ കൃഷിയെ അല്ലാഹു അല്ലാത്ത ഈ പങ്കാളികൾക്ക് വേണ്ടി മാറ്റിവെച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോ അതിൽ നിന്നൊക്കെ മുക്തമായ ഒരു സമൂഹത്തെയാണ് പരിശുദ്ധ ഖുർആൻ വാർത്തെടുത്തത്. പക്ഷേ വീണ്ടും ദീനിന്റെ പേര് പറഞ്ഞ് ഇതാണ് ദീൻ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ് എന്ന രൂപത്തിൽ ഇന്നും അതിന്റെ പുതിയ രൂപത്തിൽ ഈ നേർച്ച മൃഗങ്ങളെ അല്ലെങ്കിൽ കൃഷിയുടെ ഇന്ന ഭാഗമൊക്കെ അല്ലാഹു അല്ലാത്ത മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, റിഫായി ഷെയ്ഖിന്റെ പേരിലൊക്കെ ഒഴിഞ്ഞിടുന്ന, മാറ്റിവെക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് ദീനല്ല എന്നതും ദീൻ പഠിപ്പിച്ചത് എന്താണെന്നത് കൃത്യമായി ഇസ്ലാമിലുള്ള ആചാരങ്ങൾ, നദർ, ഈ പറഞ്ഞ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ച എന്താന്നുള്ളത് കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രവാചകന്റെ സുന്നത്തുകളിൽ അത് സ്ഥിരപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും നമ്മൾ ഉൾക്കൊള്ളാനും തെറ്റിദ്ധരിച്ച ആളുകളെ ഇത് ബോധ്യപ്പെടുത്താനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നേർച്ചയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, അവർ വല്ലതും നേർച്ചയാക്കിയിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ, ആ നേർച്ച പൂർത്തിയാക്കാതെയാണ് അവർ മരണപ്പെട്ടു പോയതെങ്കിൽ, ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ നേർച്ച പൂർത്തിയാക്കാൻ പറ്റുമോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, സഅദ് ഇബ്നു ഉബാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്തഫ്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നദർ, പ്രവാചകനോട് നദറിന്റെ വിഷയത്തിൽ, നേർച്ചയുടെ വിഷയത്തിൽ ഒരു ഫത്വ ചോദിച്ചു. കാന അലാ ഉമ്മിഹി ഫതുവഫിയത് ഖബ്ല അൻ തഖ്ലിയഹു, അദ്ദേഹത്തിന്റെ ഉമ്മാക്കൊരു നേർച്ചയുണ്ടായിരുന്നു. പക്ഷെ ആ നേർച്ച വീട്ടുന്നതിന്റെ മുമ്പ് ഉമ്മ മരണപ്പെട്ടു. ഫഅഫ്താഹു, അപ്പോൾ അദ്ദേഹത്തിന് നൽകപ്പെട്ട ഫത്വ അൻ യഖ്ലിയഹു അൻഹാ ഫകാനത് സുന്നത്തുൻ ബഅദ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എങ്കിൽ ആ ഉമ്മ നേർച്ചയാക്കിയ നേർച്ച അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന്. വേറെയും റിപ്പോർട്ടുകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, അതാ റജുലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉഖ്തി ഖദ് നദർ,
എന്റെ പെങ്ങൾ, എന്റെ സഹോദരി നേർച്ചയാക്കിയിട്ടുണ്ട്, അൻ തഹുജ്ജ, ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷെ വഇന്നഹാ മാതത്, അവ നിർവഹിക്കും മുമ്പേ അവർ മരണപ്പെട്ടു പോയി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഈ വിഷയം ചോദിച്ച വ്യക്തിയോട് പ്രവാചകൻ ചോദിക്കുകയാണ്, ലൗ കാന അലൈഹാ ദൈനുൻ അകുൻത ഖാലിയ, നിന്റെ സഹോദരിക്ക് വല്ല കടവുമുണ്ടെങ്കിൽ നീ അത് വീട്ടൂലേ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. എങ്കിൽ ഫഖ്ലില്ല ഫഹുവ അഹഖു ബിൽ ഖലാ, നദർ എന്ന അല്ലാഹുള്ള കടമാണ്. അതുകൊണ്ട് തന്നെ വീട്ടേണ്ട കടത്തിൽ ഏറ്റവും അർഹതപ്പെട്ട കടമാണ് അല്ലാഹുള്ള കടം. അതുകൊണ്ട് അത് പൂർത്തീകരിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, എല്ലാം വീട്ടാൻ സാധിച്ചോളുന്നില്ല, വീട്ടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കടമാണെങ്കിലോ അവിടെ കഫാറത്തുൻ നദർ, നദറിന് കഫാറത്തുണ്ട്. അത് കഫാറത്തുൽ യമീൻ, സത്യം ചെയ്ത് ലംഘിച്ചാൽ, ശപഥം ചെയ്ത് ലംഘിച്ചു കഴിഞ്ഞാലുള്ള കഫാറത്ത് എന്താണോ അത് തന്നെയാണ് നദറിനുമുള്ള കഫാറത്ത്. അത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും വലാകി യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാൻ ഫകഫാറത്തുഹു, അതിന്റെ കഫാറത്ത് ഇത്ആമു അശറതി മസാകീൻ, 10 പാവങ്ങൾക്ക് ഭക്ഷണം നൽകലാണ്. മിൻ ഔസതി മാ തുതഇമൂന അഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന മധ്യമ നിലവാരത്തിലുള്ള ഭക്ഷണം 10 പേർക്ക് നൽകുക. ഔ കിസ്വത്തുഹും, അവർ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുക. ഔ തഹരീറു റഖബ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക. ഇതിനൊന്നും ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാം സലാസത്ത് അയ്യാം, 3 ദിവസം അയാൾ നോമ്പ് അനുഷ്ഠിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നേർച്ച പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കഫാറത്തായിട്ട് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരാൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലാതെയോ അനുവദനീയമല്ലാത്ത ഒരു കാര്യം അറിവില്ലായ്മ കൊണ്ട് അയാൾ നേർച്ചയാക്കിയെങ്കിൽ അത് ഒരിക്കലും തന്നെ പൂർത്തിയാക്കേണ്ടതില്ല, അതിന് പ്രായശ്ചിത്തവും ഇല്ല. തെറ്റായ കാര്യത്തിന് നേർച്ച നേർന്ന വിഷയത്തിൽ അയാൾ തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. ലാ നദ്റ ഇല്ലാ ഫിമാ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹ് വലാ യമീൻ ഫീ ഖതിഅത്തി റഹം, അല്ലാഹുവിന്റെ വജ്ഹ് തേടുന്ന കാര്യങ്ങളിലല്ലാതെ നേർച്ചയില്ല. കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ശബദങ്ങളിൽ പ്രായശ്ചിത്തവുമില്ല എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നേർച്ച എന്ന വിഷയം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ വിശാലമായ ചർച്ചാ വിഷയമാണ്. കാരണം അതൊരു ഇബാദത്താണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്ന നേർച്ച, ഖുർആനിലുള്ള നേർച്ച, സുന്നത്തിലുള്ള നേർച്ച, അതൊന്നും നാട്ടിൽ നേർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന നേർച്ച രണ്ടും രണ്ട് തന്നെയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. മുഹിയുദ്ദീൻ ഷേഖിന് കോഴി ഒഴിഞ്ഞിട, അല്ലെങ്കിൽ ഉള്ളാളൻ തങ്ങൾക്ക് ആട് ഒഴിഞ്ഞിട, ഇതൊക്കെ നിഷിദ്ധമായതും ശിർക്കായതുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമല്ല. മാത്രവുമല്ല, നേർച്ചയുടെ പേരിൽ നടക്കുന്ന ഇത്തരം പേക്കുത്തുകൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല. അത്തരം കാര്യങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് പുതിയങ്ങാടി നേർച്ച പൂരത്തിൽ നടന്ന അനിഷ്ട സംഭവങ്ങൾ. കേരളത്തിൽ ഇത് ആദ്യ സംഭവമൊന്നുമല്ല. ഇതിനു മുമ്പ് ചേറ്റുവടക്കമുള്ള ഇത്തരം നേർച്ച പൂരങ്ങളിൽ ആന ഇടയിലും അതിന്റെ തിക്കിലും തിരക്കിലും പെട്ട് പരിക്ക് പറ്റലും മരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരം അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഇതൊരിക്കലും ദീനുമായി ബന്ധമില്ല എന്നതും ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയതാണ് എന്നും അത്തരം ചില ആളുകൾക്ക്, ചില മാഫിയകൾക്കുള്ള അവരുടെ ലക്ഷ്യപൂർത്തീകരണത്തിനുള്ള ഒരു മാർഗമാണിതെന്ന തിരിച്ചറിവ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ നിലക്ക് കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഹഖ് ഹഖായി മനസ്സിലാക്കാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കാനും ഹഖിനെ ആ നിലക്ക് പിൻപറ്റാനും ബാത്തിലിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.